ഈ ഷെയറിൻറ്റിങ് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ എക്സ്പോഷർ എത്രമാത്രം ഈ ഒരു ലൈഫ് ജീവിക്കാൻ മറന്നു പോകുന്നു, ഒറിജിനൽ ലൈഫ്? ഷെയറിൻറ്റിങ് ഒരു വളരെ റീസെൻറ്റ് ഫിനോമിനനാണ്. ഈ ഒരു പേര് തന്നെ ഇപ്പം ഗൂഗിൾ ചെയ്താൽ തന്നെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഐ മീൻ ഇറ്റ്സ് എ വെരി ന്യൂ ഫിനോമിനൻ. പേരൻസ് കുട്ടികളുടെ കോണ്ടന്റ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതിൽ നിന്നാണ് ഷെയറിൻറ്റിങ് വന്നിട്ടുള്ളത്. ഷെയറിൻറ്റിങ്ങിൽ തന്നെ ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ഇറ്റ്സ് എൻ ഇവോൾവിങ് സബ്ജക്റ്റ്, ഇപ്പം വി ആർ നോട്ട് അതോറിറ്റീസ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്, ബട്ട് വൺ സൈഡ് ഓഫ് ഇറ്റ് ഈസ് വെയർ വി ആർ ഒക്കേഷണലി ഷെയറിങ് മൈൽ സ്റ്റോൺസ് ഓഫ് ചിൽഡ്രൻ. ഇപ്പം കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, നമ്മളത് ഷെയർ ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് ഷെയറിങ്? പണ്ട് നമ്മൾ ഒരു ആൽബം വീട്ടിൽ വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കാണിക്കും ഇതൊക്കെയാണ് നടന്നത് എന്നുള്ളത്. അതിന് പകരം നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എക്സ്റ്റെൻഡഡ് ഫ്രണ്ട്സോ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അവരുടെ കൂടെ എൻ്റെ സന്തോഷം പങ്കുവെക്കട്ടെ എന്നുള്ളതാണ് ആ ഒരു ഒക്കേഷണൽ ഷെയറിങ് കൊണ്ട് ആൻഡ് ദർ ഇസ് നോ ഫോൾട്ട് ഇൻ ദാറ്റ്. കാരണം ഇപ്പോൾ അത് നിർത്തിയിട്ട് ഇപ്പം നമ്മൾ പറയണം ഐ എം കർട്ടേലിങ് ഓൾ ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മൊമെൻറ്റ്സും ആരും അറിയുന്നില്ല. പിന്നെ അതിലൂടെ കുട്ടിക്ക് കിട്ടാവുന്ന കുറച്ച് സന്തോഷങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തു, കുറച്ച് ആൾക്കാർ കുട്ടിയുടെ കാര്യങ്ങൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് ഓൾ എൻകറേജ്മെൻറ്റ് ഫോർ എ കിഡ്. സോ ഇഫ് യു ആർ കംപ്ലീറ്റ്ലി കർട്ടേലിങ് ദാറ്റ് ഓൾസോ ഐ ഡോണ്ട് തിങ്ക് വെദർ ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. ബട്ട് ഓൺ ദ അതർ സൈഡ് ഓഫ് ഷെയറിൻറ്റിങ് ഇസ് വെയർ യു ആർ യൂസിങ് ചൈൽഡ് ഫോർ കോണ്ടന്റ്. ആൻഡ് ദിസ് കോണ്ടന്റ് in many cases is income generating. അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ഒരു ബിസിനസ് അസെറ്റ് ആവല്ലേ. ഇപ്പം അനീഷ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കുട്ടീനെ വെച്ചിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് കുട്ടി കളിച്ച് നടക്കുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് യു ആർ പുട്ടിങ് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ യു ആർ ജനറേറ്റിംഗ് ഇൻകം ഔട്ട് ഓഫ് ഇറ്റ്, ദെൻ ദാറ്റ് ചൈൽഡ് ഇസ് ഡെഫിനറ്റ്ലി എ ബിസിനസ് അസെറ്റ് അല്ലേ. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ കൗണ്ടർ ചെയ്യാം, ഇപ്പം ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ കുട്ടിയുടെ പ്രൈമറി ഇക്കോസിസ്റ്റമാണ് കോണ്ടന്റ് ക്രിയേഷൻ ഉപയോഗിക്കുന്നത്. വീട്ടിൽ നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ഈ ബിസിനസ്സിൻ്റെ ഭാഗമാകുമ്പോൾ ബൗണ്ടറീസ് ബ്ലേർഡായി പോവാണ്. ഇപ്പം ഒരു ആർട്ടിസ്റ്റോ ഒരു ആക്ടറോ എന്നൊക്കെ പറയുമ്പോൾ യു ആർ ക്ലോക്കിംഗ് ഇൻ, ഒരു സമയത്ത് പോകുന്നു, കട്ടിൻ്റെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഹീ ഈസ് ഹിംസെൽഫ്. അല്ലെങ്കിൽ ഒരു കുട്ടി ആ കുട്ടിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ആ കുട്ടി ആകാൻ പറ്റുന്നുണ്ട്. ഇവിടെ പലപ്പോഴും അത് പറ്റാതെ പോകുന്നു. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ കുട്ടികളെ ഇൻവോൾവ് ആവുമ്പോൾ കുട്ടികളുടെ പ്രൈമറി ആയിട്ടുള്ള ചൈൽഡ്ഹുഡാണ് അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. അത് ലേറ്റർ ഇയേഴ്സിൽ എന്തൊക്കെ കുട്ടിക്ക് മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ പ്രഷറിലേക്ക് ലീഡ് ചെയ്യാം എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിളാണ്. നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്.